സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറയാണ് 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. 3 കാര്യങ്ങൾ. അതിലൊന്നെന്താ വെച്ചാൽ ഇദാ കുന്തു ഫി സ്വലാത്ത് ലൗ ഹദ്ദസു നഫ്സി ബിഗൈരി മാ അന ഫീഹി. ഞാനൊരു നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് പിന്നെ വേറൊന്നും വരില്ല, നിസ്കാരത്തിന്റെ ചിന്ത മാത്രമേ വരുള്ളൂ. ഞാൻ നിങ്ങളാണെങ്കിലോ നമുക്ക് നിസ്കരിക്കാൻ നിന്നാലാണ് വേറൊരു ചിന്ത വരിക. അതാണ് നമ്മൾ വ്യത്യാസം. നമ്മൾ വല്ലതും മറന്നിച്ചിന്റെ ആള് പറഞ്ഞു പോയി രണ്ടരക്ക് നിസ്കരിച്ചു വെക്കാറ്, അപ്പോൾ ഓർമ്മ വരും. ഹിൻസിബ് എന്ന് പറയുന്ന ശൈത്താൻ റസൂൽ പറഞ്ഞു ഹിൻസിബ്, അവന്റെ പേരിന്റെ ഹിൻസിബ്. ഹിൻസിബിന് ഇബ്ലീസ് ഓനെ ഡ്യൂട്ടി കൊടുത്തിരിക്കണെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ അടുത്തേക്ക് വരിക, ഇതൊരു ഉദ്കുർക്കഥ ഇതാലോചിച്ചു. അതുകൊണ്ട് നിസ്കാരത്തെ പോലെ ഓർമ്മ വരും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ വേറെ ഒരു ചിന്ത എനിക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ വിശേഷണം വഇദാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ലാ യഖഉ ഫീ ഖൽബി റൈബുൻ അന്നഹു ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരു ഹദീസ് കേട്ടാൽ ഒരു സംശയവും എനിക്ക് ഉണ്ടാവില്ല അത് ഹഖാണെന്ന വിഷയത്തിൽ. അതാണ് സഅദ് റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനൊരു ഹദീസ് കേട്ടാൽ ഇതിപ്പോ എങ്ങനെ നമ്മൾ സ്വീകരിക്കുക? ഇത് ബുദ്ധിക്കെതിരെ, ഇതിപ്പോ ഇവിടെ പറയാൻ പറ്റുമോ? അങ്ങനെ എത്ര ഹദീസ് ഉണ്ട്, അതൊക്കെ 2 നൂറ്റാണ്ട് കഴിഞ്ഞു വന്നാൽ. അന്നഹുൽ ഹഖ്, അത് ഹഖാണെന്ന വിഷയത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടാവില്ല. അങ്ങനെ വിശ്വസിച്ച ആൾക്കാർ റസൂലുള്ളാഹിന്റെ സഹാബത്ത്. മിഅ്റാജിൽ റസൂലുള്ളാഹി പോയി വന്നു, അബൂബക്കർ സിദ്ദീഖ് വിശ്വസിച്ചില്ലേ? ഇന്നത്തെ പോലെ വിമാനങ്ങളും കാര്യമൊന്നും ഇല്ലാത്ത മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് മാസങ്ങൾ വൈദൂരമുണ്ട്. ആ വൈദൂരമുള്ളത് ഒറ്റ രാത്രി കൊണ്ട്. അവിടെ നിന്ന് മിഅ്റാജ് 7 ആകാശത്തേക്ക് അപ്പുറം പോയി സ്വർഗം കൊണ്ട് റസൂലുള്ളാഹി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, നരകം കണ്ടു, അവിടുത്തെ ശിക്ഷകളൊക്കെ കണ്ടു, തിരിച്ചു മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഒറ്റ രാത്രി കൊണ്ട്. മക്കത്തെ മുശ്രിക്കുകൾ പരിഹസിച്ചു, ഇതെന്ത് പോയത്താൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അംഗീകരിച്ചു. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. നമ്മളും സിദ്ദീഖുകളാണ്. അത് സഹാബത്തിന്റെ ദീനിന്റെ മാർഗം. അതുകൊണ്ട് സഹാബത്ത് തെറ്റിപ്പോയിട്ടില്ല. ഒരൊറ്റ സഹാബിയും എന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് എന്ന് പറഞ്ഞ ഒരു സഹാബിയും ഒരു റസൂലുള്ളാഹിന്റെ ഹദീസ് തള്ളിയിട്ടില്ലല്ലോ. നമ്മൾ എത്ര ആൾക്കാർ തള്ളുണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസുകളും അംഗീകരിച്ചവൻ അന്ധവിശ്വാസിയാണെന്ന് മുജാഹിദുകൾ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആലോചിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസ് സ്വീകരിച്ച അന്ധവിശ്വാസിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സ്വീകരിച്ചാൽ ഒരു അന്ധവിശ്വാസിയാണ്. ആ അന്ധവിശ്വാസിയാണെങ്കിൽ ആ അന്ധവിശ്വാസിയിൽ ഒന്നാമനാകണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അങ്ങനെയായിരുന്നു. എന്ത് പറഞ്ഞാലും അംഗീകരിക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ടാണ് ദീനെങ്കിൽ പാദരക്ഷമേ ഹുഫ ധരിച്ചാൽ. ഹുഫ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സോക്സ് അല്ല. റസൂലുള്ളാഹി സാഹിബ് ഹുഫ എന്ന് പറഞ്ഞെങ്കിൽ ഈ പിന്നെ ടാറിന്റെ പണിക്കാരൊക്കെ ഇടുന്ന ഷൂ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ കുറച്ച് മുട്ടിന്റെ പകുതി വരെയൊക്കെയുള്ള. അത് ഈ അറബിയിലായുള്ള ആളുകൾ ഈ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ യാത്രാസുഖത്തിന് പാമ്പിന്റെ കടിയിൽ നിന്ന് ധരിക്കുന്നത് അത് ഹുഫ. അത് ഒതോടുകൂടി ധരിച്ചാൽ 3 ദിവസം യാത്രക്കാരാണെങ്കിലും തടവാ. പക്ഷെ തടവേണ്ടത് എവിടെയാണ്? ഹുഫന്റെ മോൾ ഭാഗത്താണ്. ചെരുപ്പിന്റെ മോൾ ഭാഗത്തെ തടവ്. അപ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ദീൻ ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം ദീനെങ്കിലും എവിടെ തടവുണ്ട്? ചളിയിലോടത്തല്ല തടവ. പക്ഷെ ചളിയിലോടത്തല്ല തടവുണ്ട്, ചളി ഇല്ലാത്ത സ്ഥലത്തെ തടവുണ്ട്. കാരണം എന്താ? വലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി. നബി അങ്ങനെ ചെയ്ത്. അപ്പൊ അതങ്ങനെ സ്വീകരിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം.